ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ നമ്മുടെ ജൂലൈ മാസത്തെ അഡീഷണൽ എക്സാമിനേഷൻ പ്രോഗ്രാമിൻ്റെ ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജൂലൈ മാസത്തെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മറ്റ് പരീക്ഷകൾ നടക്കാൻ വേണ്ടി പോവാണ്. ഒരു പൊതുപരീക്ഷയായിട്ട് കോമൺ എക്സാം ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ തസ്തികകളാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്ന് സാനിറ്റേഷൻ വർക്കർ, അതുപോലെ സാനിറ്റേഷൻ വർക്കർ, ഗാർഡനർ, പിന്നെ കൗബോയി, അതുപോലെ ലിഫ്റ്റ് ബോയ്, റൂം ബോയ്. ഓക്കെ, നെക്സ്റ്റ് ലാബ് ക്ലീനർ. റൂം ബോയ് ഉണ്ട്, ലാബ് ക്ലീനർ ഉണ്ട്, ആയ ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഓഫീസ് അറ്റൻഡന്റ്, പിന്നെ സ്വീപ്പർ. ഇത്രയും തസ്തികകളാണ്, അതായത് 9ഓളം തസ്തികകളാണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, സ്വീപ്പർ ഉൾപ്പെടെ 9 തസ്തികകൾ നമുക്ക് വരുന്നുണ്ട്. ആ 9 തസ്തികകളിലേക്കുള്ള പരീക്ഷയാണ് ഇതാ 20-ാം തീയതി 20/7/2025 ഞായറാഴ്ച നടക്കാൻ വേണ്ടി പോകുന്നത്. 1:30 മുതൽ 3:15 വരെയാണ് പരീക്ഷാ സമയം എന്ന് പറയുന്നത്. 1:30 മുതൽ 3:15 വരെ പൊതുപരീക്ഷയായിട്ടാണ് നടത്തുന്നത്. അതായത് സാനിറ്റേഷൻ വർക്കർ 3/2025, ഗാർഡനർ 4/2025, കൗബോയ് 5/2025, അതുപോലെ ലിഫ്റ്റ് ബോയ് 6/2025, റൂം ബോയ് 7/2025 എന്നിങ്ങനെ പൊതുപരീക്ഷയായിട്ട് നടത്തുന്നു. അതുപോലെ 14/2025 ലാബ് ക്ലീനർ, ആയ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ആയ 30/2025, ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഓഫീസ് അറ്റൻഡന്റ് 31/2025, അതുപോലെ 32/2025 സ്വീപ്പർ, ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് സ്വീപ്പർ എന്നിങ്ങനെ 9 തസ്തികകളിലേക്കാണ് കോമൺ എക്സാം ആയിട്ട് 20/7/25 ഞായറാഴ്ച പരീക്ഷ നടത്താൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ നോക്കുമ്പോൾ ജൂലൈ 20-ാം തീയതിയാണ് പരീക്ഷ. ജൂലൈ 13-ന് LDC, ജൂലൈ 20-ന് ഇതാ പൊതുപരീക്ഷയായിട്ട് നമ്മുടെ LGS ലെവലിലുള്ള പരീക്ഷ നടക്കുന്നു. സിലബസ് നമുക്ക് നോക്കിയാൽ 5 പാർട്ടായിട്ടാണ് സിലബസ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. 1-ാമത്തെ പാർട്ടിൽ പൊതുവിജ്ഞാനവും ആനുകാലികവും, പാർട്ട് 2-ൽ ജനറൽ സയൻസ്. ഇവിടെ ജനറൽ സയൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ ഇവിടെ IT ഒഴിവാക്കി, അതുപോലെ ഇംഗ്ലീഷും ഒഴിവാക്കി, IT-യും ഇംഗ്ലീഷും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ പാർട്ട് 3 ലഘുഗണിതം മാനസിക ശേഷിയാണ്. പാർട്ട് 4 എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷ, നമുക്കിവിടെ മലയാളമാണ്, പ്രാദേശിക ഭാഷ മലയാളം. അതുപോലെ പാർട്ട് 5 ക്ഷേത്ര കാര്യങ്ങളും ഹൈന്ദവ സംസ്കാര ആചാരാനുഷ്ഠാനങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്. ഇങ്ങനെയാണ് നമ്മുടെ സിലബസിന്റെ ഇത് വരുന്നത്. നമ്മുടെ സിലബസ് വരുന്നത് ഇങ്ങനെയാണ്. അതായത് 5 പാർട്ടായിട്ടാണ് വരുന്നത്. ഇംഗ്ലീഷ് ഇല്ല, അതായത് LGS ലെവലിന് ഇംഗ്ലീഷ് ഇല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ ജനറൽ സയൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജനറൽ സയൻസ് ഉണ്ട്, IT-യും ഇല്ല, കമ്പ്യൂട്ടറും ഇല്ല, അതുപോലെ തന്നെ ഇംഗ്ലീഷും ഇല്ല. ബാക്കിയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധയിലെത്തേണ്ടത്. ജനറൽ സയൻസ് ഉണ്ട്, അത് ഏറ്റവും ഡീപ്പായിട്ടുള്ള സിലബസ് വന്നിട്ടില്ല, അത് വരുന്ന മുറക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമുക്കിവിടെ പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത്. ഇത്ര 5 പാർട്ടായ പരീക്ഷ, 100 മാർക്കിന്റെ പരീക്ഷ, സമയം 1 മണിക്കൂർ 15 മിനിറ്റ് ആണ്, മലയാളത്തിലേക്കായിരിക്കും. അതുപോലെ വെബ്സൈറ്റ് ആയ kdrv.kerala.gov.in ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് 5/7, അതായത് ജൂലൈ 5 മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ 5 മുതൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഇപ്പോൾ പ്രധാന വിഷയങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് പുറമെ ഈ തസ്തികകളുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളും ഉണ്ടാകും. കൂടാതെ പ്രധാന വിഷയങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധവുമില്ല എന്നിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ പരീക്ഷയ്ക്ക് ഹാജരാകുന്ന ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റിന് പുറമെ അവരുടെ ഫോട്ടോ പതിച്ച് താഴെ പറയുന്ന ഏതെങ്കിലും രേഖയുടെ ഒറിജിനൽ അസൽ പരിശോധനയ്ക്ക് ഹാജരാകും. ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വോട്ടർ ഐഡന്റി കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഭിന്നശേഷിക്കാർക്ക് സാമൂഹ്യക്ഷേമ വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ്, ദേശസാൽകൃത ബാങ്കുകൾ നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, പാൻ കാർഡ്, സർക്കാർ ജീവനക്കാർക്ക് അവർ ജോലി ചെയ്യുന്ന വകുപ്പ് അല്ലെങ്കിൽ സ്ഥാപനം നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, വിമുക്ത ഭടന്മാർക്ക് നൽകുന്ന ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിമുക്ത ഭടന്മാർക്ക് സൈനിക വെൽഫെയർ ഓഫീസർ നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന കണ്ടക്ടർ ലൈസൻസ്, അതുപോലെ കേരള ബാങ്ക് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നിവ നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിവിധ കമ്പനി, കോർപ്പറേഷൻ, ബോർഡുകൾ, അതോറിറ്റി, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ അവരുടെ ജീവനക്കാർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡ്, കേരളത്തിലെ സർവകലാശാലകൾ അവരുടെ ജീവനക്കാർക്ക് നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ ബോർഡുകൾ നൽകുന്ന ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ്, അഡ്വക്കേറ്റുമാരായി എൻറോൾ ചെയ്തവർക്ക് ബാർ കൗൺസിൽ നൽകുന്ന ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാർഡ്, ആധാർ കാർഡ്, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അംഗീകരിച്ച് നൽകുന്ന ഏതെങ്കിലും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ പരീക്ഷാ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. LDC ജൂലൈ 13, അതുപോലെ നമ്മുടെ LGS ലെവലുള്ളത് ജൂലൈ 20 കൃത്യമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.